ഹലോ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചൈനീസ് ബോൾസം പ്ലാന്റ് നിറയെ ഫ്ലവർ വരാനും ചെടി നല്ല ബുഷിയായിട്ടിരിക്കാനും ഞാൻ കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുള്ള വളം. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ വളം കൊടുക്കാമേ. വളങ്ങളൊന്നുമില്ല എൻ്റെ ചുവട്ടിൽ. അപ്പോൾ ആ കൊടുക്കണ വളം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമേ. ഇതാണേ, ഇത് നമ്മൾ 3 ദിവസം കടല പിണ്ണാക്ക് വെള്ളത്തിയിട്ട് പുളിപ്പിച്ച് വെച്ചിട്ടുള്ളതിനെ, അതിൻ്റെ കൂടെ പച്ചച്ചാണകവും പുളിപ്പിക്കാൻ വേണ്ടി കലക്കി വയ്ക്കാൻ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. പച്ചച്ചാണകം ഇന്നെടുത്ത് കുറച്ച് കലക്കി എടുത്തതാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇരട്ടി വെള്ളം. ഇതിന് 1 കപ്പ് നമ്മൾ കലക്കിയ ഇതെടുക്കുന്നുണ്ടെങ്കിൽ കടല പിണ്ണാക്കായാലും ചാണകം എടുത്താൽ അതിൻ്റെ ഇരട്ടിക്ക് 1 ബക്കറ്റോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് മാത്രമേ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ചുവട് ചീഞ്ഞു പോകും. ഏതൊരു പ്ലാന്റ്സ് ആയാലും ഫ്ലവർ ആവണ എല്ലാ പ്ലാന്റ്സിനും ഇത് നമുക്ക് കൊടുക്കുമ്പോൾ ചെടി നല്ല ബുഷിയായിട്ടും നല്ല ഭംഗിയായിട്ടും ചെടി വരും. അപ്പോൾ നമുക്ക് മഴയൊക്കെ ആകുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റില്ല, കൊടുത്താലും ഉപയോഗമില്ല, മഴയത്ത് അങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ മഴ തീർന്നതുകൊണ്ട് എനിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ പ്ലാന്റ് ഉള്ളവരെല്ലാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുക്കണം. ഈ ബോൾസം പ്ലാന്റിന് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത്. കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ ചെയ്യണം, കിട്ടണവരെല്ലാം. അഥവാ ചിലവർക്ക് പറയാറുണ്ട് പച്ച ചാണകം കിട്ടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എങ്കിൽ ഉണക്ക ചാണകം 2 ദിവസം വെള്ളത്തിയിട്ടിട്ട് അതിൻ്റെ തെളി ഊറ്റി എടുത്താലും മതിയേ. ഈ കടല പിണ്ണാക്ക് എല്ലായിടവും കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. 1 കിലോയ്ക്ക് 80 രൂപ എങ്ങനെയാണ്, ഇതാണ് റേറ്റ്. അത് വാങ്ങിച്ച് കുറച്ച് നമുക്ക് വെള്ളത്തിൽ ഇട്ടാൽ മതി. പിന്നെ ഇടയ്ക്ക് ഞാൻ വെള്ളത്തിൽ ഇടുമ്പോൾ ബക്കറ്റിൽ ഇട്ട് വയ്ക്കാറുള്ളത് ചില സമയത്ത് എല്ലുപൊടിയും കൂടെ ഇട്ട് വയ്ക്കും. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ. അതൊക്കെ ചെടിക്ക് കീടങ്ങളൊന്നും വരാതെ ചുവട് ചെയ്യാതൊക്കെ ഇരിക്കാൻ നല്ലതാണ്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ അതിങ്ങനെയാണ്, ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ലൂസായിട്ടുള്ള ഇത് കുറേശ്ശെ നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും കുറേശ്ശെ കൊടുക്കണം. ഒലിച്ചു പോവാതെ അതിൻ്റെ മൂട്ടിൽ തന്നെ കിട്ടത്തക്ക വിധത്തിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എല്ലുപൊടിയൊക്കെ കൂടെ ഇടുമ്പോൾ ഇത് കൂടെ ചെടി നല്ല ഫ്ലവറൊക്കെ ഇടാനൊക്കെ നല്ലതാണേ. അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല, ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇതെങ്ങനെയാണ് നമ്മളെ ബെർബീനയാണേ. നല്ല ഫ്ലവറായി നല്ല രസമായിട്ടായിട്ടുണ്ട്. ഇതിൻ്റെ 4 കളറുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ എവിടെയൊക്കെയാണെന്ന് അറിയാൻ വയ്യ മഴയായപ്പോൾ. ഇപ്പോൾ അതിൻ്റെ 2 കളറേ ഉള്ളൂ കാണാനുള്ളൂ. ഫ്ലവർ ആയാലേ നമുക്ക് കളർ അറിയാൻ പറ്റുള്ളൂ. പ്ലാന്റ് ഇരിപ്പുണ്ട്, നല്ല ഭംഗിയില്ലേ. ഇതിനെല്ലാം നമുക്ക് കൊടുക്കണം. ബോൾസം പ്ലാന്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരെയും പരാതിയാണ് പിടിച്ച് കിട്ടണില്ല എന്ന്. ഈ മഴ സമയത്ത് എല്ലാവർക്കും നല്ല നട്ടിട്ടുണ്ടെങ്കിൽ റൂട്ട് പിടിച്ച് വന്നിട്ടുണ്ടാകും. നമ്മൾ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ അങ്ങ് അഴുകി പോകും. പക്ഷേ നമ്മളെ മണ്ണിൽ വെച്ച് പിടിപ്പിച്ച് വരുമ്പോൾ നാടൻ ടൈപ്പാവും. പിന്നെ അത് ഏത് മണ്ണിൽ നട്ടാലും നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ച് വരും. പിന്നെ ചുവട് ചീഞ്ഞ് പോണതൊക്കെ സ്വാഭാവികമാണ്. ഇടയ്ക്കിടയ്ക്ക് അതങ്ങ് ആയിപ്പോവും. വെള്ളമൊക്കെ കൂടുമ്പോൾ അങ്ങാവും. അതനുസരിച്ച് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. പുതിയത് വീണ്ടും വീണ്ടും പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് പ്ലാന്റ് ഫുള്ളും അങ്ങ് പോവാതെ നമുക്ക് അത് ക്ലിയറാക്കി കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കൊണ്ടുവച്ചിട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ നിൽക്കണമല്ലോ, ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടിരുന്നാൽ നമുക്ക് മൊത്തമാകുമ്പോൾ നമുക്ക് കാണില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇതുപോലുള്ളൊക്കെ വളങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് നല്ല ഫ്ലവറായിട്ട് നല്ലതായിട്ട് കിട്ടുള്ളൂ. നമ്മൾ പാട് വിചാരിച്ചിട്ടിരുന്നാൽ നമ്മൾ വിചാരിക്കും പോലെ പ്ലാന്റ് നല്ല ഹെൽത്തി ആവില്ല, നല്ല ഫ്ലവറും കിട്ടില്ല. കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും പ്ലാന്റ് പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത് പിടിപ്പിക്കുന്ന രീതിയെല്ലാം. ഇനി ഇതിൻ്റെ വീഡിയോകളും വള രീതികളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യും. എല്ലാവരും കെയർ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാനും ശ്രമിക്കണം. എല്ലാവരും വീട്ടുമുറ്റത്തും ഇപ്പോൾ ഇതുപോലെ നിറയെ ഫ്ലവർ വരുമല്ലോ, എല്ലാവർക്കും ഇഷ്ടമല്ലേ.
പിന്നെ മറക്കാതെ ഇടയ്ക്കിടയ്ക്ക് കൂടെ ചുവട്ടിലൊഴിച്ച് കൊടുക്കണേ, അത് മറക്കരുതാരും. ചുവട് പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കേ.